അസ്സലാമു അലൈക്കും. അപ്പോൾ മറ്റുള്ളവരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ന്യൂസ് കണ്ടവർക്കറിയാം, ഞാൻ കുറച്ച് കാലമായിട്ട് ജയിലിലായിരുന്നു. അപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ കുറേ ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഞാൻ എന്തിന് ജയിലിൽ പോയി, എത്ര കാലം ജയിലിൽ കിടന്ന്, ജയിലിൽ പോകാൻ ഉണ്ടായ സാഹചര്യം. പിന്നെ അത് മാത്രമല്ല, എന്നെക്കുറിച്ച് ഒരുപാട് ഭയങ്കര ഭീകരമായ വാർത്തകൾ സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ശത്രുത എൻ്റെ നേരെയും വന്നു. ഞാൻ ഭയങ്കര ഒരു പബ്ലോ എസ്കോബാർ ആണെന്നുള്ള രീതിയിൽ ഒക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് രാജിവെച്ച മന്ത്രി KT ജലീൽ ഒക്കെ ഞാൻ ഭയങ്കര നിഗൂഢ ജീവിയാണ്, മകളെയായിട്ട് ഡാർജിലിംഗൊക്കെ യാത്ര പോയതും അങ്ങനെ ഞാൻ നടത്തിയ യാത്രകളൊക്കെ ഇതിൻ്റെ ബേസിലാണ്. അപ്പോൾ കുടുംബമായിട്ട് യാത്ര ചെയ്താൽ ഇങ്ങനെ സ്മഗ്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെയാണ് ജലീലൊക്കെ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. അപ്പോൾ എന്നെ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിലൊരു എക്സ്പ്ലനേഷൻ തരാമെന്ന് വിചാരിച്ചു. പോലീസ് പിടിക്കാനുണ്ടായ സംഭവം ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. 2021 പോലീസ് എൻ്റെ വാഹനം തടഞ്ഞു നിർത്തിയിട്ട് മൊത്തമായിട്ടൊരു ദേഹപരിശോധനയും വാഹനം ഒന്നായിട്ട് പരിശോധനയൊക്കെ നടത്തിയിരുന്നു. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു മഴയത്ത് എൻ്റെ സിസ്റ്ററെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തെത്തിയപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിർത്തി അവർ മഴ ചോരാൻ വേണ്ടി കാത്തിക്കുക വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാഹ് എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് അന്നേരം ഒരു ബുദ്ധി തോന്നിയത്, അവർ വന്ന സമയത്ത് തന്നെ ഞാൻ വേഗം ക്യാമറ ഓണാക്കി അവർ പരിശോധന നടത്തുന്നത് പൂർണ്ണമായിട്ട് ഷൂട്ട് ചെയ്തു. അവർക്ക് ഒരു സാധനം എനിക്ക് വെച്ച് തരാൻ പറ്റിയില്ല. അതായത് സാധാരണ രീതിയിൽ പോലീസുകാർ വാഹന പരിശോധന അല്ലെങ്കിൽ ദേഹപരിശോധന ഒക്കെ മൊത്തം നടത്തി കഴിഞ്ഞാൽ അവർക്കൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പൊതി ഉണ്ടെങ്കിൽ നമുക്ക് വെച്ച് തരും. ഇല്ലെങ്കിൽ അവർക്കെതിരെ മാനനഷ്ട കേസിന് ഒക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് അത് ബുദ്ധിമുട്ടായി മാറുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പൊതി നമുക്ക് വെച്ചില്ല. അത് എനിക്ക് ആദ്യമേ അറിയാം. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ഞാൻ ഇത് വീഡിയോയിൽ പകർത്തി. ഞാനിത് യൂട്യൂബിൽ എൻ്റെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു എൻ്റെ ചാനലിനെതിരെ കംപ്ലൈൻ്റ് ഒക്കെ പോയി. മില്ലേനിയംസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചാനലുണ്ട്. അവർ ത്രൂ എൻ്റെ ചാനലിനെതിരെ ഡിസ്പ്യൂട്ട് പോയി. അങ്ങനെ ആ വീഡിയോ അതിൽ നീക്കം ചെയ്തിരുന്നു യൂട്യൂബിൽ നിന്ന്. അങ്ങനെ ഞാൻ നിരന്തരമായി യൂട്യൂബിൽ ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി. പിന്നെ എനിക്ക് ആ ഡിസ്പ്യൂട്ട് അവർ ഒഴിവാക്കി തന്നു. ഇപ്പോഴും അതെൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. എൻ്റെ ചെറിയൊരു ക്ലിപ്പ് വേണം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും ഈ പോക്കറ്റ് ചെക്ക് ചെയ്തു, പിന്നെ കാറെല്ലാം കൂടി തുറന്ന് ഇൻക്വസ്റ്റ് നടത്തി. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ദുരൂഹമായിട്ട് എന്ത് സംഗതിയാണ് ഞങ്ങൾ ചെയ്ത്? ഞങ്ങൾ സ്വന്തം വണ്ടിയിൽ ഇരുന്നത് എന്ത് ദുരൂഹമായ സംഗതിയാണ് നിങ്ങൾ കണ്ടത്? ഇതൊക്കെ ബോധിപ്പിച്ചിട്ട് വേണ്ട സാറേ കൊണ്ടുപോകണ്ട. സ്വന്തം എൻ്റെ വാഹനമല്ലേ നിങ്ങൾ കൊണ്ടുപോകണത്. പോലീസുകാർ നമ്മൾ എല്ലാവരെയും വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ബോധിപ്പിക്കാതെ നിങ്ങൾക്ക് ഒരാളെ വണ്ടിയുടെ ചാവി എടുത്ത് വണ്ടി എടുത്ത് കൊണ്ടുപോവാം, അങ്ങനെയാണോ സാറേ നിയമം? നിങ്ങളോട് 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. എന്താ സാറേ പറ, എന്താ സംഗതി? ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് പറ. അല്ല, ഞാൻ എന്ത് സംഗതിയാ എന്ത് തെറ്റാ ചെയ്തത് സാറെന്ന് പറ. ഇതിപ്പോ ഈ കൊറോണ സിറ്റുവേഷൻ ആണ്, ഇങ്ങനത്തെ സംഗതിയൊക്കെ ആണ്. അതിപ്പോ ആളുകളെ മേലും മെക്കിട്ട് കയറാൻ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. ഞാൻ എൻ്റെ സിസ്റ്റർ വീട്ടിൽ നിന്ന് മഴയത്ത് എൻ്റെ വണ്ടി എടുത്ത് ഞാൻ ഇങ്ങോട്ട് വരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ മഴയത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ അവരെ കാറിൽ കയറ്റിയിരുത്തി. നിങ്ങളിപ്പോ എഴുതി വെച്ചത് എന്താ കീറിയത്? ഞാൻ പറിച്ചപ്പം കയറി. അപ്പൊ എന്റെ ചാവി നിങ്ങൾ കൊണ്ടുപോവാണോ? എന്താ കാര്യം എന്ന് ബോധിപ്പിക്കൂല്ല. അതിൽ നിങ്ങൾ
കണ്ടില്ലേ, പോലീസുകാരന് തന്നെ കൈ വിറയ്ക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഞാൻ എന്ത് ദുരൂഹ സാഹചര്യത്തിലാണ് നിങ്ങൾ എൻ്റെ വാഹന പരിശോധന, എൻ്റെ ദേഹപരിശോധന ഒക്കെ നടത്തിയത്, എനിക്ക് എതിരെ എന്ത് കുറ്റമാണ് ചുമത്താനുള്ളതെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാളാകെ ആദ്യമൊരു ഇത് എഴുതി, പിന്നെ അത് വെട്ടി. സാധാരണ ഒരു പോലീസിൻ്റെ കൃത്യാരോപണം തടസ്സപ്പെടുത്തി എന്നൊക്കെയുള്ള കുറ്റമാണ് സാധാരണ രീതിയിൽ ഇവർ എഴുതി ചേർക്കുക. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തുകൊണ്ട് അവരത് ആ പേജ് അവൻ പറിച്ച് കളഞ്ഞിട്ട് വേറെ പേജിൽ വേറെ എഴുതാണ് ഉണ്ടായത്. ഇത്തവണ എനിക്കെതിരെ ഉണ്ടായത് പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, പിന്നെ പോലീസിനെ ആക്രമിച്ചു. ഈ 2 കേസുകളാണ്. പക്ഷേ എനിക്കിത് വാർത്തകളിൽ വന്നൊക്കെ ഫുള്ള് ഞാനെന്തോ ലഹരി കൂട്ടുകച്ചവടം ചെയ്യുന്ന ആളാണ്, അതിൻ്റെ തെളിവ് കിട്ടി, ലഹരി വിൽപ്പന നടത്തിയിട്ട് അതിൻ്റെ പണം ഉപയോഗിച്ചിട്ടാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട് വരെ ഉണ്ടാക്കിയെന്നൊക്കെയുള്ള രീതിയിൽ വാർത്ത വന്നത്. അത് കണ്ടോ എനിക്ക് ഭയങ്കര ചിരിയാട്ടോ വന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച സാധനം ഞാൻ കാണിച്ചിടാം. എൻ്റെ കയ്യിൽ നിന്ന് അവിടെ തന്നെ ഉണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കണ്ടാവും ഇടുക്കി gold.com എഴുതിക്കുന്നത് MRP 200. പിന്നെ അണ്ടർ ഏജ് സെയിൽ പ്രൊഹിബിറ്റഡ് എന്നുണ്ട്. അത് ഞാൻ എന്തായാലും പ്രായപൂർത്തിയാണ്. ഇടുക്കി ഗോൾഡ് OCB എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ എല്ലാ കടകളിലും ഇതിൻ്റെ ഉള്ളിലിതാ. എനിക്ക് തോന്നുന്നു ഇവനാണ് ഇതിൻ്റെ സഞ്ജു രാംദാസൻ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ അതിലൊക്കെ ഇത് നിയമപരമായിട്ട് വിൽക്കുന്ന സാധനമാണ്. അവരുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ ചോദിക്കും നിങ്ങൾ 21 വയസ്സിൻ്റെ എബോ ആളാണോ എന്നുള്ളത്. അപ്പോൾ അണ്ടർ ഏജ് ഇത് ഇന്ത്യയിൽ വിൽക്കുന്നതും വാങ്ങുന്നതും ഇല്ലീഗലാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ സാധനം ഇതാണ്. അപ്പോൾ ഇതാണ് ലഹരി ഉപയോഗിക്കുന്ന ഉപകരണം എന്നൊക്കെ പത്രത്തിൽ ന്യൂസ് വന്നത്. സാധാരണ രീതിയിൽ ഞാൻ വീട്ടിൽ നിന്നും റോൾ ചെയ്ത് വലിക്കാത്തതാണ്. ഏതെങ്കിലും പുഴക്കടവിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ച് നേരത്തെ വരെ വലിക്കാറുള്ളത്. ഇപ്പോൾ എന്താ പറയുക, ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇനി ഒന്നും പേടിക്കാനില്ല. വീട്ടിൽ വരെ ലൈസൻസായി. ഏതായാലും ഒരു റോൾ ചെയ്ത് കത്തിച്ചിട്ട് നോക്കാം ബാക്കി. എൻ്റെ FIRും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്കെതിരെ എന്തൊക്കെ കേസുകളാണ് ചാർജ് ചെയ്തത്, അതൊക്കെ FIRലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ആകെപ്പാടെ എനിക്ക് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ആകെയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കതിൽ ഒരാൾ മൊഴി കൊടുത്തു. അതായത് മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന ഈ റിയാസ് ആളൊരു സഖാവാണ്. പുള്ളി പോലീസിന് എനിക്കെതിരെ മൊഴി കൊടുത്തു. അതായത് ഞാൻ അവൻ്റെ കൂടെ ലഹരി കച്ചവടം ചെയ്യുന്ന ആളാണെന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ആർക്കെതിരെ മൊഴി കൊടുക്കാം. ഞാൻ 4 വർഷമായിട്ട് ദുബായിലാണ് ജോലി ചെയ്ത് നയിച്ച് നിന്ന് ജീവിച്ചതാണ്. അതിനുശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരാൾ പോലും, അല്ലെങ്കിൽ എന്നോട് ശത്രുതയുള്ള ഒരാൾ പോലും ഞാൻ ലഹരി കച്ചവടം ചെയ്താണ് ജീവിക്കണമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. എനിക്ക് ഏതായാലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്തിട്ട് ജീവിക്കേണ്ട ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. ഞാനിപ്പോൾ റോൾ ചെയ്ത് വലിക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഏതെങ്കിലും പുകയില ഉൽപ്പന്നമാണെന്ന് ഞാൻ അവകാശപ്പെട്ടാലേ ഇതൊരു ഇല്ലീഗൽ സംഗതി ആവുന്നുള്ളൂ. ഈ OCB, ഈ പേപ്പർ, ഇതെല്ലാം ഞാൻ പൈസ കൊടുത്ത് മേടിച്ച സാധനമാണ്. അതിന് GST അടക്കം ചിലപ്പം ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് ഞാൻ ചുരുട്ടി വലിക്കുന്ന സാധനം ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഏതെങ്കിലും പുകയില ഉൽപ്പന്നം ആണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അങ്ങനെ ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഏതെങ്കിലും ലഹരി ഉൽപ്പന്നം, ലഹരി പുകയില എൻ്റെ കയ്യിൽ നിന്ന് പോലീസുകാർ പിടിക്കണം. ഇത് അങ്ങനെ ഒരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടില്ല. പക്ഷേ ഞാൻ 19 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതെന്ന് പറഞ്ഞാൽ പോലീസിനെ അടിച്ച കേസാണ്. അതാണിപ്പോൾ വാർത്തകളിലൊക്കെ ലഹരി കച്ചവടം ചെയ്ത് പിടിച്ചു എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ FIR ഞാൻ കാണിക്കുക. ഇപ്പം നോക്കി FIRൽ നിങ്ങൾ നോക്കൂ. അപ്പോൾ FIRൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്
എനിക്കെതിരെ എടുത്ത ചാർജുകൾ. ഞാനിതൊന്ന് കത്തിച്ച് പെട്ടെന്ന് വരാം. ഞാൻ റൂമിൽ നിന്ന് വലിക്കാറില്ല. ഒന്നാമത് വൈഫും കുട്ടികളൊക്കെ റൂമിൻ്റെ അകത്ത് കയറണം. അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടായി മാറണ്ട. ഓക്കെ, ഇപ്പോൾ വരാം. ശരിയല്ല, ഒരുപാട് കുട്ടികളൊക്കെ എൻ്റെ വ്ളോഗ് എടുത്ത് കാണുന്നതാണ്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സംഗതികളും എൻ്റെ വ്ളോഗ് കാണിച്ചിട്ടില്ല. പിന്നെ ഇത് എന്തോ എനിക്ക് എൻ്റെ കയ്യിൽ പിടിച്ച സാധനം ഇതാണ് ഒന്ന് കാണിക്കുന്നു തോന്നി. എൻ്റെ മോന് താഴത്ത് എണീച്ചിട്ടുണ്ട്. അവനമ്മ ആട്ടി ഉറക്കി കൊണ്ടിരിക്കും. അപ്പം ഞാൻ ആട്ടിയാലേ ഉറങ്ങുള്ളൂ. തിരിച്ച് റൂമിലേക്കാണ്. അപ്പോൾ അവിടെ വെളിച്ചം കുറവാണ്. ഏതായാലും 2021 എനിക്കിങ്ങനെ പോലീസ് അനുഭവം ഉണ്ടായതിന് ശേഷം ഇക്കാക്കൊക്കെ എന്നോട് പറഞ്ഞു, നീ ദുബായിലേക്ക് പോയിക്കോ. പിന്നെ എൻ്റെ സിസ്റ്ററും മകനും ദുബായിലുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ നിന്നാൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഇടാവിടങ്ങളിൽ പോയി ചാടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നേരെ ദുബായിലേക്ക് പോയി. ദുബായിൽ ഞാൻ ഫസ്റ്റ് പോയി ഒരു 8 മാസം കൊണ്ട് വൈഫും എൻ്റെ മൂന്നാമത്തെ മോൾ ഫാത്തിമ വന്നു. പിന്നെ ആയിഷ ആമിനയും വന്നു. ഞങ്ങളവിടെ സെറ്റിൽഡായി, വൈഫിനും ജോലിയായി. അങ്ങനെ 4 വർഷം ഞങ്ങളവിടെ ദുബായിൽ താമസിച്ചു. എനിക്ക് അവിടുത്തെ ഒരു മോനും ഉണ്ടായി. എനിക്ക് 3 പെൺകുട്ടികളായിരുന്നു. 4ാമത് ഉമർ എന്ന് പറഞ്ഞ മോൻ. അവനൊക്കെ തൊട്ടിലിൻ്റെ ആട്ടി ഉറക്കിയിരുന്നു. ഞാൻ ജയിലിൽ പോയ സമയത്ത് അവനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് എന്നെ കാണാനായിട്ട്. അപ്പോൾ ആരെങ്കിലും വീരാണെങ്കിലും ഇങ്ങനെ ഓടിപ്പോവും. ഉമ്മ പറയായിരുന്നു ഇങ്ങനെ ഞാനാണോ വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. ജയിലിൽ നിന്നും എനിക്ക് ഒരു ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് മക്കളെയും ഫാമിലിയൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ മിസ് ചെയ്ത് ജയിലിൽ കിടക്കാതെ അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമില്ല. എന്തായാലും എനിക്ക് ഏതായാലും ജയിലിൽ കിടന്നതിന് കൊണ്ട് ഒരു വലിയ രീതിയിൽ റിഗ്രറ്റ് ഒന്നുമില്ല. കാരണം സംഭവ ദിവസം മുഫ്തിയിലൊരു പോലീസുകാരൻ വന്നിട്ട് എൻ്റെ ബൈക്കിൻ്റെ കീ ഊരി എൻ്റെ മുഖത്തടിക്കുകയുണ്ടായത്. മുഖത്ത് ഇങ്ങനെ അടിച്ചു. ഞാൻ ചോദിച്ചു, എന്താ എൻ്റെ പ്രശ്നം, നീ എന്തിനാ മേൽ തൊട്ട് കളിക്കുന്നത്? അപ്പോൾ അവൻ രണ്ടാമതും അടിച്ചു. എൻ്റെ മുഖത്തടിച്ചു. അപ്പോഴാണ് ഞാൻ പ്രതികരിച്ചതിപ്പോൾ ഏത് രീതിയിലാണെന്നുള്ളതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ അവകാശപ്പെടുന്നില്ല. കാരണം എൻ്റെ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വലിയ ആവശ്യത്തിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതിയിൽ അതൊരു തെളിവായി മാറും. എന്തായാലും പോലീസ് നമ്മളെ തല്ലിയാൽ തിരിച്ച് എങ്ങനെ പ്രതികരിക്കാമെന്ന് മുൻ ഹൈക്കോടതി ജസ്റ്റിസ് കമാൽ പാഷ, അതായത് ഹൈക്കോടതിയിലെ ജഡ്ജി പറയുന്നത് കൊണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, അടി തന്നാൽ തിരിച്ചു കൊടുക്കാം. നിങ്ങളെ അടിക്കാൻ വന്നു കഴിഞ്ഞ് CCTV ഇല്ല, തെളിവില്ലല്ലോ, അതല്ലേ അവരും പറയുന്നേ. ഇല്ലെങ്കിൽ തിരിച്ചു കൊടുത്തരെ, നിങ്ങൾക്ക് കിട്ടിയിട്ടേ കൊടുക്കാവൂ, അല്ലാതെ കിട്ടുന്നതിന് മുമ്പ് അടിക്കാൻ പോകരുത്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, നിങ്ങളെ ഇതുപോലെ രഹസ്യമായിട്ട് പിടിച്ചിട്ട് ഇടിച്ചാലും പലയിടത്ത് നിന്ന് ഒരു ചവിട്ടും ചെയ്തപ്പോൾ ആ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യനെ, ഒരു ചെറുപ്പക്കാരനെ കൊണ്ടിട്ട് ഇടിച്ചു കൊന്നില്ലേ ഇവര്, അയാളെ ബൂട്ടിട്ട് അയാളെ വയറ്റത്ത് ചവിട്ടി കൊന്നതാണ്. അതേപോലെ എത്ര പേരെ. എന്നിട്ട് എന്താണെന്നറിയാം, ജട്ടിയുടെ ഇലാസ്റ്റിക്കിനകത്ത് കമ്പി തൂങ്ങിയെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ തൂക്കും. പോലീസ് സ്റ്റേഷനിലെ അതായത് പോലീസുകാരുടെ അവിടുത്തെ ബാത്റൂമിൽ ടോയ്ലറ്റിൽ ഒരുത്തം തൂങ്ങിച്ചെത്തെന്ന് പറഞ്ഞ് ഇന്നാൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജയിലിൽ പോയതിൽ യാതൊരു റിഗ്രറ്റും ഇല്ല കേട്ടോ. അപ്പം അന്നത്തെ ദിവസം ഞാൻ അവൻ്റെ അടിയും മേടിച്ച് ഇവന്മാരെ ആട്ടും തുപ്പും സഹിച്ച് സ്റ്റേഷനിൽ പോയി ഇവന്മാരെ മുമ്പിൽ കുമ്പിട്ട് നിന്ന് എങ്ങനെയൊക്കെ ഒരു ജാമ്യം വാങ്ങി ഞാൻ പോയിരുന്നെങ്കിൽ എനിക്ക് ഇന്നത്തെ ദിവസം വരെ മര്യാദക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ആ അടി വാങ്ങിയതിൻ്റെ റിഗ്രറ്റ് എനിക്ക് ഇപ്പോഴും ഉണ്ടാവുമായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരു റിഗ്രറ്റ് എനിക്ക് ഏതായാലും ഇല്ല.
അക്കാര്യത്തിൽ ഞാൻ സന്തോഷവാനാണ്. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളാരെങ്കിലും പോയി പോലീസിനോട്, അല്ലെങ്കിൽ ഈ കമാൽ പാഷയെ പറഞ്ഞത് കണ്ടിട്ട് നിങ്ങളാരെങ്കിലും പോലീസിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെ അനുഭവം വരാമെന്ന് പറയാൻ പറ്റില്ല. എനിക്കുണ്ടായ പോലത്തെ അനുഭവമായിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ കഴിയുന്നതും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പോയി ചാടാതെ ജീവിക്കുന്നതാണ് ബുദ്ധി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനത്തെ ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷയാണ്. കാരണം അത് PK ഫിറോസിൻ്റെ അനുജൻ, പിന്നെ എനിക്ക് വായ തോന്നിയ കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ എഴുതുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും എനിക്കിതിൽ ഇങ്ങനൊരു പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാവും ഞാൻ ആദ്യമേ പ്രതീക്ഷയാണ്. പിന്നെ അപ്പോൾ നിങ്ങൾ വാർത്തകളൊക്കെ കണ്ടല്ലോ, എനിക്ക് എന്നെ അറസ്റ്റ് ചെയ്തത് മുതൽ ഉണ്ടായ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, പൂർണ്ണമായിട്ടും ഫേക്കായിട്ടുള്ള വാർത്തകളാണ്. എനിക്ക് എൻ്റെ FIR പോലും വരാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ വാർത്തകളിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഏതായാലും ഞാൻ ജയിലിൽ പോകുന്നതിന് മുമ്പാണ് എൻ്റെ ദുബായിലുള്ള സൈക്കിളില്ലേ 1969 മോഡല് ഒരു ക്ലാസിക് ബൈക്ക് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അതിപ്പോൾ ഞാൻ ശരിക്കും മിസ് ചെയ്തുകൊണ്ടിരുന്ന സംഗതിയായിരുന്നു. അപ്പോൾ ഞാനത് ഇന്ത്യയിലേക്ക് കൊടുത്തയച്ച് അത് വെയിറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് ജയിലിൽ പോയത്. അപ്പോൾ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നൊരു കാര്യമാണ് ഈ സൈക്കിള് അൺബോക്സ് ചെയ്ത് നാട്ടിൽ കൂടെ ഓടിക്കുക എന്നുള്ളത്. സൈക്കിൾ അൺബോക്സ് ചെയ്ത് ഞാൻ കുറേ ഓടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകാറ് അതിൻ്റെ മുകളിലാണ്. ഹെൽത്തിൽ നമുക്കൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. അതായത് പോലീസിനെ തല്ലിയാൽ ചിലപ്പോൾ ഉമ്മാരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കുത്തൊക്കെ ചെയ്യുക. ആ കുത്ത് കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ആരോഗ്യം വേണം. അപ്പോൾ അതിന് ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ സെറ്റാക്കി വെക്കണം. എപ്പോഴും എപ്പോഴാണ് ഇവന്മാരൊക്കെ നമുക്കിതിൽ വരികയെന്ന് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ചെയിൻ നല്ലോണം തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ചെയിൻ ലൂബ്രിക്കേറ്റ് ചെയ്യണം. ഇരുടായി പോയാ ഓക്കെ. 10WD-40 ആണ് ഓയിലുള്ളത്. ഏത് ഓയിലായാലും മതി കേട്ടോ, ലൂബ്രിക്കേറ്റ് അയച്ചാൽ മതി. പഴയ സൈക്കിളല്ലേ. അപ്പോളേ നമ്മളെ ബോസ് ഉറങ്ങി എണീറ്റിട്ടുണ്ട്. നമുക്ക് സർവത്ത് ഉണ്ടാക്കി കൊടുക്കാം. അംഗനവാടിയിൽ നിന്ന് ഫാത്തിമനെ കൂട്ടിയിട്ട് വരാം. ഓക്കെ. വെയിലുണ്ടോ? ആ ഡാൻസ് പഠിപ്പിക്കാൻ ഞാൻ മോള് കൊണ്ടുപോയതിന് അവളെ വിട്ടുവിടണോ. അപ്പൊ നാളെ തൊട്ട് ഒരു 3:30 ആകുമ്പോ വന്നാൽ മതി. ഒരു 3 തൊട്ട് ഒരു 3:30 ആകുമ്പോഴേക്ക് വന്നാൽ മതി. മുക്കാലൊക്കെ ആകുമ്പോഴേക്ക് ഇന്ന് ഞങ്ങൾ കുട്ടിക്കോളൂ. എന്ത് ഡാൻസാ? എന്ത് ഡാൻസാ? പച്ചപരിഷ്കാരിയാ? ആ സിനിമ പാട്ടല്ലേ പച്ചപരിഷ്കാരി, അതല്ലേ? പോയി വരാം. ടാറ്റ പറ. ടാറ്റാ ടാറ്റാ. ടാറ്റാ ടാറ്റാ ടാറ്റ പറ. അപ്പോൾ ഞാൻ ജിമ്മിന് പോകാറ് കൊടുവള്ളിയിലാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം
4 കിലോമീറ്റർ മാക്സിമം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിലെത്തുമ്പോൾ ഏകദേശം നമ്മൾ വാമപ്പ് ആവും. വേറെ വാമപ്പ് എക്സസൈസ് ഒന്നും വേണ്ട, നേരെ വെയിറ്റ് ലിഫ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യുക. അത്യാവശ്യം സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത് വെയിറ്റ് ലിഫ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സൈക്കിളിലൂടെ പാർക്ക് ചെയ്തു. ഇതിൻ്റെ മുകളിലാണ് ജിമ്മ്. കയറി നോക്കാം. സൈക്കിൾ ആരും എടുത്തുണ്ടോലായിരിക്കും അല്ലേ? ഇന്നത്തെ ജിം കഴിഞ്ഞു ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സമയം 5:30 മണിയായി. 6 മണിയാകുമ്പോൾ എൻ്റെ മൂത്ത മോൾ ആയിഷൻ്റെ കരാട്ടെ കഴിഞ്ഞ് അവൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അവളെ പോയി പിക്ക് ചെയ്യണം. അപ്പോൾ ലെറ്റ്സ് ഗോ. ജിം കഴിഞ്ഞ് സൈക്കിൾ ചവിട്ടുക പറഞ്ഞാൽ ഇച്ചിരി ടാസ്കുള്ള പരിപാടിയാണ്. റോഡ് ബ്ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടി പോകട്ടെ. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോയി തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ആയിഷനെ സ്കൂളിൽ പോയി പിക്ക് ചെയ്യണം. ആരാളുള്ളത്? ആയിഷനെ കൂട്ടാൻ പോയ കാത്തിലുണ്ടോ? പോവാ. ആയിഷനെ കൂട്ടാൻ പോവാ. ഇതിൽ പാട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പാടാൻ ഇഷ്ടംപോലെ പാട്ടുകാരികളിവിടെ ഉണ്ട് അല്ലേ? പാട്ട് വെക്കണ്ടല്ലോ. സ്കൂളെത്തിയിരിക്കുകയാണ്. ഐഷ കരാട്ടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഐഷയുടെ ഒരു കുട്ടിനോട് ചോദിച്ചാൽ മതി. ചോദിച്ചു. കരാട്ടേക്ക് അപ്പോൾ ഗൈസ് ഇറ്റ്സ് ടൈം ഫോർ റോൾ അനദർ വൺ. ഈ കരാട്ടിനെ കൊണ്ടൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ മോള് ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് പഠിക്കാമെന്നുള്ളൂ. സ്കൂളിൽ അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട്. അപ്പോൾ മോള് അങ്ങനെ ഒരു ഓപ്ഷനെ വിട്ടുന്നുള്ളൂ. ശരിക്ക് ഈ UFC അല്ലെങ്കിൽ MMA ഫൈറ്റൊക്കെ കാണുന്നവർക്ക് അറിയാം, ഒരുപാട് നോക്കൗട്ട് പഞ്ചുകളുണ്ട്, ചോക്കിങ് രീതികളുണ്ട്. ഏത് വലിയ തടിമാടനാണെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞാൽ ചോക്ക് ചെയ്താൽ നിസ്സഹായനായി പോകുന്ന അവസ്ഥയുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കളരിയിൽ അങ്ങനത്തെ ഒരുപാട് മുറകളുണ്ട്. അതായത് കാട്ടിപ്പരുത്തി എന്ന് പറഞ്ഞ
അടിയൊക്കെ ഉണ്ട്. അത് ഒറ്റയടിക്ക് ആള് നോക്കൗട്ടായി പോണ സംഭവമാണ്. അതൊന്നും പക്ഷേ എനിക്കൊന്നും ഇപ്പോൾ ആരും പഠിപ്പിക്കുന്നില്ല. അത് ഇതിന് മുമ്പ് അതിനെന്തോ നിരോധനം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും നമ്മളൊരാളെ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ അയാളെ മയക്കിക്കാളെന്നാണ് ഏറ്റവും ബുദ്ധി. ഒരാൾ ഭയങ്കര വയലൻ്റായിട്ട് നമ്മളെ കൊല്ലാൻ വരിക അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ വരിക ചെയ്യുകയാണെങ്കിൽ അയാളെ മയക്കി കെടുത്തുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ നീക്കം. ഇത് ചോക്കിങ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് രീതികളുണ്ട് കേട്ടോ. ആള് വടിയായി പോരുന്നത്. ആൾ മരിച്ചാൽ പിന്നെ നമ്മൾ കൊലപാതകയായി. ഞാനും അതേ ആലോചിച്ചു. എന്നെ റോഡ് സൈഡിൽ നിന്നാണ് ഈ പോലീസുകാരെ വന്നിട്ട് അടിക്കുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് എന്നെ ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ പുള്ളി എനിക്ക് വേഗം കാല അറസ്റ്റ് കൊണ്ടുക. അപ്പം ഞാൻ ആലോചിക്കും, ഞാനെങ്ങാനും അയാളെ കാലുകൊണ്ട് ഒരു ചവിട്ടിയിരുന്നെങ്കിൽ അയാൾ നേരെ റോഡിലേക്ക് മറിഞ്ഞു വീഴും. അതാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ വണ്ടികൾ ഓടിപ്പോകുന്ന വയനാട് റോഡാണ്. അതായത് ഒരു കയറ്റത്തിൻ്റെ മുകളിലും കയറ്റത്തിൻ്റെയും ഇറക്കത്തിൻ്റെയും സെൻറ്ററാണ്. വണ്ടികൾ നല്ല സ്പീഡിൽ പാസ് ചെയ്ത് പോകുന്ന സ്ഥലമാണ്. ആ സമയത്ത് ഞാൻ അയാളെങ്ങാനും കാലുകൊണ്ട് ചവിട്ടി അയാൾ റോഡിലേക്ക് വീണിരുന്നെങ്കിൽ കാലുകൊണ്ട് ചവിട്ടി അയാൾ റോഡിലേക്ക് വീഴുന്നില്ല, ഡാം ഷുവറാണ്. അയാളെ വണ്ടി കയറി പോകും. പിന്നെ ഞാനൊരു കൊലപാതകയില്ലേ, പിന്നെ നമ്മുടെ ജീവിതം നമുക്ക് തിരിച്ചു കിട്ടും. അപ്പം എല്ലാ കാര്യത്തിലും നമുക്ക് ഒരു എന്താ പറയുക, ഒരു കൺട്രോൾ വേണം, അല്ലെങ്കിൽ അപകടമാണ്. ഏതായാലും അൽഹംദുലില്ലാ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ 19 ദിവസം ജയിലിൽ കിടന്ന് തിരിച്ചിറങ്ങി. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സത്യം പറയാലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ പോയതെന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. ജയിൽ ഓർമ്മകൾ ഓരോ ദിവസത്തെ കഥകളും എണ്ണി പറയാൻ മാത്രമുണ്ട്. അതൊന്നിപ്പോൾ ഇപ്പം തന്നെ വ്ളോഗ് ഒരുപാട് ഉണ്ട്. ഇത്ര സമയമായിട്ടുണ്ടാവും. പരമാവധി എഡിറ്റ് ചെയ്ത് ചുരുക്കി ഇപ്പോൾ പഴയതുപോലെ ഒന്നല്ല, ആളുകൾ റീൽസിലേക്ക് മാറി. എനിക്ക് തോന്നുന്നില്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ ആളുകൾ അത് മൊത്തം ഇരുന്ന് കാണുമെന്നുള്ളത്. ഏതായാലും ഞാനിപ്പോൾ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഇന്ത്യയിൽ നിയമവിരുദ്ധമായിട്ടുള്ള പുകയിലാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. ഇനി ആരും ഈ വീഡിയോ എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പോസ്റ്റ് ചെയ്ത് ഞാൻ വലിക്കുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും പുകയിലാണെന്ന് പറയും വേണ്ട. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും നിയമപരമായിട്ടൊക്കെ നീങ്ങാനുള്ള അവകാശങ്ങളുണ്ട്. ഞാനിപ്പോൾ നിയമത്തിനൊക്കെ പഠിച്ചു. ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നമ്മൾ LLB എൻട്രൻസ് ചെയ്ത് LLBക്ക് ചേർന്നാലോ, നിയമമൊക്കെ പഠിച്ചു വെക്കണവരെനിക്ക് നല്ലതാണ്. എന്നാൽ ഇവന്മാരെ മുമ്പിൽ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥയില്ല. ഏതായാലും ഇത് ഞാനൊന്ന് കത്തിച്ചാട്ടെ. ഇത് കത്തിച്ചിട്ട് നമുക്ക് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം.